ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ഫിലോമിന ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. ഇതൊരു നല്ല ക്ലാസ് ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകണമേ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ശരീരത്തിലും ഒരു ഡോക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഡോക്ടറെ പ്രവർത്തന സജ്ജമാക്കി നിർത്തിയാൽ രോഗങ്ങളെ അകറ്റാം. അതിനായി നാം കഴിക്കുന്ന ഭക്ഷണം മരുന്നാകണം, മരുന്ന് ഭക്ഷണവുമാകണം. ഇതെന്റെ വാക്കുകളല്ല, ശാസ്ത്രീയ ചികിത്സാവിദ്യയുടെ പിതാവായ ഹിപ്പോക്രറ്റസിന്റെ വാക്കുകളാണിത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന്. ആ സ്ഥാനത്ത് ഇന്ന് നമ്മൾ പറയേണ്ടത് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാണ്. കാരണം അങ്ങനെ ഒരു യുഗത്തിൽ കൂടിയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. ആരോഗ്യമില്ലെങ്കിലോ ഒന്നും നേടാൻ നമുക്ക് സാധിക്കുകയുമില്ല. എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്നത് ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമമാണ്. കേവലം രോഗമില്ലായ്മ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്. That is, health is defined as a state of complete physical, mental, social and spiritual well-being and not merely the absence of disease or infirmity. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു രീതി. എന്നാൽ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇന്ത്യയിൽ ക്യാൻസറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ 2021 26.7 മില്യൺ ആയിരുന്നത് 2025 ആയപ്പോഴത്തേക്കും 29.8 മില്യൺ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളൊരു 9 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാൻസർ മാത്രമല്ല, ഹൃദ്രോഗവും കൂടുതലായി കാണപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. വർഷം തോറും മരണമടയുന്ന കേരളീയരിൽ ഒരു 49% പേരും മരണമടയുന്നത് ഹൃദയ സംബന്ധമായ രോഗം മൂലമാണ്. നമുക്കറിയാം, ഈ കോവിഡിന് ശേഷം ധാരാളം ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം മരണമടയുന്നുണ്ട്. ഈ അടുത്തയിടയ്ക്ക് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണ്, സ്കൂൾ കുട്ടികൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്നു. കൂടാതെ കേരളീയരിൽ പ്രമേഹം 24% ആണ്. That is, which is one of the highest figures in the country. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അനേക കോടി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോശങ്ങളുടെ പ്രവർത്തന ശേഷി കുറയുമ്പോഴോ പ്രവർത്തന വൈകല്യം ഉണ്ടാകുമ്പോഴോ ആണ് ശരീരം രോഗാവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്. ഈ ജലദോഷം മുതൽ ക്യാൻസർ എന്ന മാരക രോഗം വരെ ശരീരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ കോശങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുമ്പോഴാണ്. വിവിധ കാരണങ്ങളാൽ ഈ കോശങ്ങളുടെ പ്രവർത്തനശേഷി കുറയാം. ഒന്ന്, പ്രായാധിക്യം. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനശേഷി കുറയാം. മറ്റൊന്ന്, ഈ കോശങ്ങളുടെ ഉള്ളിൽ ശരീരത്തിന് അത്യന്തം ദോഷകരമായ ജൈവിക വിഷങ്ങൾ, അതായത് ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നതാണ്. ഈ ശരീരത്തിൽ എങ്ങനെയാണ് ഈ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നത്? ഒന്നാമത്തെ കാരണം മലിനീകരണം അഥവാ പൊല്യൂഷൻ. നമുക്കറിയാം, നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ മലിനമായതാണെങ്കിൽ ശരീരത്തിനകത്ത് ദോഷകാരികളായ ടോക്സിൻസ് എത്തിപ്പെടുകയും അവ നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും ചെയ്യും. അടുത്ത കാരണമാണ് ദോഷകരമായ ഭക്ഷണശൈലി. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ രീതികളെല്ലാം മാറി. നമുക്കറിയാം, നമ്മൾ ചെറുപ്പമായിരുന്ന കാലത്ത് എല്ലാവരുടെയും വീടുകളിൽ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ഉണ്ടാകുമായിരുന്നു. അത്യാവശ്യത്തിന് നമുക്ക് കറി വെക്കാൻ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലും കൃഷിയില്ല, ആർക്കും കൃഷി ചെയ്യാൻ സമയമില്ല. നമ്മളെല്ലാവരും ഇൻസ്റ്റന്റ് ഫുഡിന്റെ പുറകെയാണ്. ഫാസ്റ്റ് ഫുഡാണ് ഇന്നത്തെ തലമുറയുടെ ഹരം. സ്വാഭാവികമായിട്ടും നമ്മുടെ മനുഷ്യരക്തം എന്ന് പറയുന്നത് അത് ക്ഷാരഗുണമുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി, ജീവിത രീതികൾ, ഇതൊക്കെ കൊണ്ട് ഈ ശരീരം അമ്ല സ്വഭാവമുള്ളതായി മാറുകയാണ്. അതായത്
അമ്ല സ്വഭാവമുള്ളതായി മാറുമ്പോൾ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ടതായ പോഷകങ്ങളും മറ്റും വേണ്ടത്ര നമ്മുടെ കോശങ്ങളിൽ എത്തിച്ചേരുകയില്ല. അവ കോശങ്ങളിൽ എത്താതെ നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്ന് രക്തത്തിലൂടെ നീക്കം ചെയ്യപ്പെടേണ്ടതായ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടാതെ അവയെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. അടുത്ത ഒരു കാരണമാണ് ടെൻഷൻ. നമ്മൾ ആരോട് സംസാരിച്ചാലും അവർ അടുത്ത ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയുന്നതാണ്, ഓ ഭയങ്കര ടെൻഷനാണ് അല്ലേ. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും ടെൻഷനാണ്. ഈ ടെൻഷൻ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഈ ടെൻഷൻ ഒരു കാരണമാണ്. ഈ ഫ്രീ റാഡിക്കൽസ് അഥവാ സ്വതന്ത്ര കണങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബാഹ്യവും ആന്തരികവുമായ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രീ റാഡിക്കൽസ് പെരുകുന്നതോടുകൂടി ശരീരം അമ്ല സ്വഭാവത്തിലേക്ക് മാറുന്നു. ഈ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ pH എന്ന് പറയുന്നത് 7.36 ആണ്. അത് ഈ അമ്ല സ്വഭാവമാകുന്നതോടുകൂടി രക്തത്തിലെ കണങ്ങൾ അവ തമ്മിൽ ആകർഷിച്ച് ഒട്ടിപ്പിടിക്കാൻ ആരംഭിക്കുകയും ഓക്സിജന്റെ പോഷകാഹാരങ്ങളുടെയും സഞ്ചാരം സുഗമമല്ലാതാവുകയും ചെയ്യും. സോ അങ്ങനെ സുഗമമല്ലാതായി പോകുമ്പോൾ ഈ ഓക്സിജനും പോഷകങ്ങളും ആവശ്യത്തിന് ലഭിക്കാതെ നമ്മുടെ കോശങ്ങൾ ബലഹീനമായി പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? രോഗാണുക്കളോട് പൊരുതുവാനുള്ള ശേഷി ശരീരത്തിന് ഇല്ലാതാവുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുന്നത്. അടുത്ത ഒരു കാരണമാണ് വ്യായാമമില്ലായ്മ, ലാക്ക് ഓഫ് എക്സസൈസ്. ഈ പഴയ കാലത്തെ മനുഷ്യർ ശാരീരികമായിട്ട് ഒത്തിരി അധ്വാനിക്കുന്നവരായിരുന്നു. അവർക്ക് 8-10 കിലോമീറ്ററുകൾ നടക്കുവാൻ അവർക്ക് മടിയില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് 8-10 കിലോമീറ്ററുകൾ നടക്കാനായിട്ട് സാധിക്കും? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കിലോമീറ്ററുകൾ നടന്നാണ് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ നടപ്പ് കുറഞ്ഞു, സഞ്ചാരം വാഹനത്തിലായി. സ്ത്രീകളായാലും അടുക്കള ജോലികളിൽ കൂടുതലും യന്ത്രങ്ങൾ, അടുക്കള ജോലികളെല്ലാം യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഫലം എന്താണ്? ശാരീരികമായി നമ്മൾ അവശരാകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ട കോശങ്ങളുടെ കൂട്ടമാണ് ഓരോ മനുഷ്യന്റെയും ശരീരം. അതുപോലെ എന്താ സംഭവിക്കുക? നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി നശിക്കുന്നു. പ്രതിരോധ ശേഷി നശിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പെട്ടെന്ന് രോഗത്തിന് അടിമകളാവുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റും ശത്രുക്കൾ നിരവധിയാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടി രോഗാണുക്കളാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ ശരീരത്തിനകത്തുമായിട്ട് തക്കം പാർത്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഈ നമ്മുടെ ചുറ്റിലുമുള്ള ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങും. ഈ ശത്രുക്കൾ എങ്ങനെയാ നമ്മുടെ ശരീരത്തിലേക്ക് വരിക? വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ചർമ്മത്തിലൂടെയും ഒക്കെ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാം. നിങ്ങൾക്കറിയോ, ഒരാൾ തുമ്മുമ്പം ഏകദേശം 1.5 ലക്ഷത്തിലധികം രോഗാണുക്കളാണ് അന്തരീക്ഷത്തിലേക്ക് വമിക്കുന്നത്. അത് എത്ര കിലോമീറ്റർ വേഗത്തിലാണെന്ന് അറിയാമോ? 160 കിലോമീറ്റർ വേഗത്തിലാണ്. നമ്മളൊന്ന് ചുമയ്ക്കുമ്പോൾ 30,000-ലധികം രോഗാണുക്കളാണ് പുറത്തേക്ക് വരുന്നത്. അതും 80 കിലോമീറ്റർ വേഗത്തിൽ. നാം പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട് അല്ലേ? വേണ്ടത്ര വൃത്തിയില്ലാത്ത കൈകൾ കൊണ്ടാണ് നമ്മൾ ഹസ്തദാനം ചെയ്യുന്നതെങ്കിൽ സൗഹൃദത്തോടൊപ്പം നമുക്ക് ഒരു 20,000-ലധികം രോഗാണുക്കളും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. സോ നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ജാഗരൂകരായിരുന്നു. മാസ്ക് ഉപയോഗിക്കുമായിരുന്നു. നമ്മളെപ്പോഴും പത്രമാധ്യമങ്ങളിൽ കൂടി ആയാലും നമ്മളെപ്പോഴും വായിക്കായിരുന്നു. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മൾ തുവാല കൊണ്ട് മുഖം മൂടി പിടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഹാൻഡ് വാഷിങ്, ഹാൻഡ് ഹൈജീൻ, നമ്മൾ കൈ കഴുകണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ശീലിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷെ കോവിഡ് കഴിഞ്ഞതോടുകൂടി അത് നമ്മൾ അത്രയും ശീലിക്കുന്നുണ്ടോ എന്ന്, നമ്മളത് പിന്തുടരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ ഈ തക്കം പാർത്ത് കഴിയുന്ന കുറേ ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ
പ്രതിരോധശേഷി ഭടന്മാരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രതിരോധശേഷിയെ കുറിച്ചില്ലേ? അതാണ് ഇമ്മ്യൂണിറ്റി അഥവാ ശരീരത്തിന്റെ പ്രതിരോധശേഷി. ഈ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെയാവുമ്പോഴോ അല്ലെങ്കിൽ അത് കുറയുമ്പോഴോ ആണ് നാം രോഗികളാവുന്നത്. സോ ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് പ്രകൃതി തന്നെ നമുക്ക് ധാരാളം സസ്യജാലങ്ങൾ തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാനോഡെർമ ലൂസിഡം, അതായത് ചുവന്ന കൂണുകൾ. ഇത് എവിടെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക? ഇവയ്ക്കുള്ള ഉത്തരമാണ് DXN. സോ എന്താണ് DXN? ചൈനീസ് വംശജനായ ഡോക്ടർ ലിൻ സിയോജിങ് എന്ന മലേഷ്യൻ ശാസ്ത്രജ്ഞൻ 1993 മലേഷ്യ ആസ്ഥാനമാക്കി സ്ഥാപിച്ച ഒരു കമ്പനിയാണ് DXN. വിശ്വാസയോഗ്യമായത്, അതായത് ട്രസ്റ്റ്വർത്തി എന്നർത്ഥം വരുന്ന ദേഷ്യൻ എന്ന മലേഷ്യൻ വാക്കിൽ നിന്നാണ് DXN എന്ന വാക്ക് കണ്ടെത്തിയത്. ഈ DXNന്റെ അഭൂതപൂർവമായ വിജയത്തെ തുടർന്ന് ഡോക്ടർ ലിൻ സിയോജിങ്ങിന് ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 150 രാജ്യങ്ങളിലേറെയായി 65 ലക്ഷത്തിലേറെ വിപണനക്കാരിലൂടെ അനുദിനം വളരുന്ന ഒരു വൻ പ്രസ്ഥാനമാണ് DXN. 2000 മെയ്യിൽ 9ാമത്തെ രാജ്യമായി DXN ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിൽ പോണ്ടിച്ചേരി, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി സ്വന്തമായി അത്യാധുനിക ഫാക്ടറികൾ DXNനുണ്ട്. എങ്ങനെയാണ് ഈ DXNന്റെ വിപണന രീതി എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യത്തോടൊപ്പം തന്നെ സാമ്പത്തിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് DXN ഉൽപ്പന്നങ്ങളുടെ വിപണന രീതി. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. DXN പ്രോഡക്ട്സിന്റെ ഉപഭോക്താക്കളായി കഴിഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. ഇത്തരത്തിൽ കമ്പനി നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ സഹായിക്കുന്നവർക്ക് ബോണസായി കമ്പനി നൽകുന്ന പണം അവരുടെ സാമ്പത്തിക ഉന്നമനത്തിനും വഴിതെളിക്കുന്നു. അങ്ങനെ കമ്പനിയുടെ അടിസ്ഥാന ലക്ഷ്യമായ സമ്പൂർണ്ണ ആരോഗ്യവും സാമ്പത്തിക സുരക്ഷയും ഫലവത്താകുന്നു. ഇപ്പോൾ DXN 180ലേറെ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. ഇന്ന് തുടങ്ങി നാളെ പൂട്ടിപ്പോകുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ അല്ലേ? പക്ഷേ അതുപോലെയല്ല DXN. കഴിഞ്ഞ 32 വർഷമായി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് DXN. അപ്പോൾ അതിന്റെ വിശ്വാസ്യത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. പണം കൊടുത്ത് വാങ്ങുന്ന ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഗുണഗണങ്ങളെക്കുറിച്ചും ഉപയോഗ രീതിയെക്കുറിച്ചും അറിയുവാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുണ്ട്. നമ്മൾ മേടിക്കുന്ന ഓരോ സാധനത്തിൻ്റെ അത് എത്രമാത്രം, അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ദോഷം എന്താണ്, എന്ത് കാര്യം, ഈവൻ മെഡിസിൻ ആണെങ്കിൽ പോലും നമുക്ക് അറിയാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ ഇന്ന് നാം ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പരസ്യം കണ്ടിട്ടാണ്. TV-യിലെ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ പല ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത്. എന്നാൽ DXN പ്രോഡക്ട്സിന്റെ ഉപയോഗ രീതിയെക്കുറിച്ചും ഉൽപ്പന്നത്തെക്കുറിച്ചും ഇതിൽ മെമ്പർമാരാകുന്നവർക്ക് കൃത്യമായി അറിവുണ്ട്. അവർക്ക് കമ്പനി പല മീറ്റിങ്ങുകളിൽ കൂടിയും പല സാഹചര്യത്തിൽ കൂടിയും അതിൻ്റെ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും സൗജന്യമായി DXNന്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതിനായി ആകെ വേണ്ടത് നിലവിലുള്ള ഒരു മെമ്പർ സ്പോൺസർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. DXNന്റെ വരുമാന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്ത രീതിയിലുള്ള നിരവധി വരുമാനങ്ങളാണ് കമ്പനി മെമ്പർമാർക്ക് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ റീറ്റെയിൽ പ്രോഫിറ്റ്. അതായത് ഓരോ ഉൽപ്പന്നത്തിനും കമ്പനി MRP, DP, PV, SV എന്നിങ്ങനെ ചില സൂചികകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ MRP ദാറ്റ് മീൻസ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതാണ് ഉൽപ്പന്നത്തിന്റെ പരമാവധി വില. DP എന്ന് പറഞ്ഞാൽ അതായത് മെമ്പർമാർക്ക് ലഭിക്കുന്ന വിലയാണ് DP. എന്നാൽ ഈ PV എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ ആൻഡ് SV സെയിൽസ് വാല്യൂ. ഇതെല്ലാം മെമ്പർമാരുടെ പദവിയും വരുമാനവും നിശ്ചയിക്കാനുള്ള സൂചികകളാണ്. ഈ MRPയും DPയും തമ്മിലുള്ള വ്യത്യാസമാണ്
റീറ്റെയിൽ പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു മെമ്പർ ഒരു ഗാനുഷി സോപ്പ് വാങ്ങി ഒരു മെമ്പർ അല്ലാത്ത ഒരാൾക്ക് നൽകുന്നുവെന്ന് കരുതുക. അപ്പം മെമ്പർ നൽകേണ്ട വില, ഡീലേഴ്സ് പ്രൈസ് അതിൻ്റെ 100 രൂപയാണ്. മെമ്പർ അല്ലാത്ത ആൾക്ക് നമ്മൾ അതിന് കൊടുക്കേണ്ടത് MRPയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് 120 രൂപയാണ്. അങ്ങനെ 20 രൂപ മെമ്പർക്ക് ലഭിക്കുന്നു. അപ്പോൾ DXN ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഓരോ ഉൽപ്പന്നത്തിനും ഏകദേശം 5 to 15% വരെയാണ് അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഇതുകൂടാതെ ഗ്രൂപ്പ് ബോണസ് ഉണ്ട്, സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് ഉണ്ട്, ഡെവലപ്മെന്റ് ബോണസ്, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയർ, ലീഡർഷിപ്പ് ബോണസ്, ഹാൻഡ് ഫോൺ ഇൻസെൻറ്റീവ്, ഓവർസീസ് ട്രിപ്പ് ഇൻസെൻറ്റീവ്, ഫോറിൻ ബോണസ്. ഇവയ്ക്കെല്ലാം പുറമെ വിദേശ യാത്രയും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ DXN കമ്പനിയുടെ DXNൽ ജോയിൻ ചെയ്താലുള്ള വരുമാന രീതി. ഞാൻ DXNൽ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാൻ എന്ത് സാധനം ഉപയോഗിച്ചാലും അതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിലെ കെമിക്കൽസ് ഉണ്ടോ, അതിലെ വിഷം എത്രമാത്രം ഉണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഞാനൊരു സാധനം ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്കറിയാം, നാം ഉപയോഗിക്കുന്ന പഞ്ചസാര, ഉപ്പ്, ഇതൊക്കെ അറിയപ്പെടുന്നത് വെളുത്ത വിഷം എന്നാണ് അല്ലേ. അപ്പം ഇതിപ്പൊക്കെയുള്ള ഒരു പരിഹാരം എന്താണെന്ന് ഞാനെപ്പോഴും, അതിന് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫിലോമിന ചേച്ചിയെ പരിചയപ്പെടുന്നതും ഈ DXN പ്രോഡക്ട്സ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങുന്നതും. അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സ് ആണ്, നല്ല സാധനമാണ്, അത് എൻ്റെയും കുടുംബത്തിൻ്റെ ആരോഗ്യം നന്നായി കാത്തു സൂക്ഷിക്കുമെന്ന്. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട്, എൻ്റെയും കുടുംബത്തിൻ്റെ ആരോഗ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ DXNൽ ജോയിൻ ചെയ്യുന്നത്. ഈ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കമ്പനി എനിക്ക് ബോണസ് കൂടി തരുന്നുണ്ട്. അങ്ങനെ ബോണസ് ഉപയോഗിച്ച് പ്രോഡക്ട്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് പ്രോഡക്ട്സ് ഫ്രീ ആയിട്ടും എനിക്ക് വാങ്ങാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈശ്വര കൃപയാൽ വർഷങ്ങളായി എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ വളരെ ഹെൽത്തിയായി തന്നെ ഞങ്ങൾ പോകുന്നു. ഏതാണ്ട് 112 പ്രോഡക്ട്സ് DXNൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫുഡ് പ്രോഡക്ട്സ്, സപ്ലിമെൻറ്റ്സ്, ഹോം കെയർ പ്രോഡക്ട്സ്, കുക്കീസ്, കോസ്മെറ്റിക്സ് ആൻഡ് ടോയ്ലറ്ററീസ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് DXNൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഏതാനും പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ ഈസ് ദ ഗാനോഡെർമ പ്രോഡക്ട്സ്. ഗാനോഡെർമ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗാനോഡെർമ ഇസ് ദ ചുവന്ന കൂൺ എന്നറിയപ്പെടുന്നത്. ഗാനോഡെർമയുടെ ഉൽപ്പന്നങ്ങളാണ് റേഷി ഗാനോ ആൻഡ് ഗാനോസീലിയ. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇതാണ് റേഷി ഗാനോ ആൻഡ് ഗാനോസീലിയ. ഇത് ചുവന്ന കൂണിൽ നിന്നും എടുക്കുന്ന പ്രോഡക്ട്സ് ആണ്. അതാണ് RGGL എന്നറിയപ്പെടുന്നത്. ഇത് മണ്ണിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളോ ഈ ഘനലോഹങ്ങളുടെ സാന്നിധ്യമോ ഒന്നും ഉണ്ടാവാതിരിക്കാനായി, കൂൺ കൃഷി നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ഈ മാലിന്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കുവാൻ വേണ്ടി നിലം തൊടാതെ വായുവിൽ തൂക്കിയിട്ടാണ് DXN ഫാമുകളിൽ ഈ കൂൺ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ഉൽപാദന രീതി അങ്ങനെയാണ്. ഈ കൂൺ വളർത്തുവാനായിട്ട് കൃത്രിമ വളങ്ങളോ ഹോർമോണുകളോ കീടനാശിനികളോ യാതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. തികച്ചും ജൈവ രീതിയിലാണ് ഇവ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ഉൽപാദനം മുതൽ പാക്കിംഗ് വരെ കർശന ഗുണനിയന്ത്രണ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുന്നതിനാൽ ഏകദേശം 150-ലേറെ രാജ്യങ്ങളിൽ ആരോഗ്യ മന്ത്രാലയങ്ങൾ DXN ഉൽപ്പന്നങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. സോ ഈ ഒരു അണുവിമുക്തമാക്കപ്പെട്ട ഒരു സുരക്ഷിത വലയത്തിലാണ് ഈ DXNന്റെ ഫാക്ടറിയും പരിസരവുമെല്ലാം. ഈ പൂർണ്ണ വളർച്ചയെത്തിയ ഗാനോഡെർമ സംശുദ്ധമായി പൊടിച്ചെടുത്ത് ക്യാപ്സൂൾ ആക്കിയതാണ് റേഷി ഗാനോ എന്ന് പറയുന്നത്. ഈ റേഷി ഗാനോ എന്ന് പറയുന്നത് അതാണ്. ഈ റേഷി ഗാനോ ശരീരത്തിൻ്റെ സ്വാഭാവിക pH നിലനിർത്തുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക pH എന്ന് പറയുന്നത് 7.36 ആണ്. ആ സ്വാഭാവിക pH നിലനിർത്താനായിട്ട് ഈ റേഷി ഗാനോ അത്യുത്തമമാണ്. അതുവഴി എന്താ സംഭവിക്കുക? ആ സ്വാഭാവിക pH നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് വഴി നമുക്ക് ക്യാൻസറിനെ ചെറുക്കുവാനുള്ള കഴിവുണ്ടാകുന്നു. ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു. ആയുസ് വർദ്ധിക്കാനായിട്ട്
ഇത് വളരെ ഉത്തമമാണ്. നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, നമുക്ക് കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്നു, വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാമാണ് റേഷി ഗാനോയുടെ ഗുണങ്ങൾ. അടുത്തതാണ് ഗാനോസീലിയം. അതാണ് GL എന്ന് ഞാൻ പറഞ്ഞത്, ഗാനോസീലിയം. ഈ ഔഷധ ഗുണായ ഗാനോഡേർമ ഏകദേശം 3 ആഴ്ച പ്രായമാകുമ്പോൾ അതിന്റെ വേരുഭാഗം സംശുദ്ധമായി പൊടിച്ചെടുത്ത് ക്യാപ്സൂൾ രൂപത്തിലാക്കുന്നതാണ് ഗാനോസീലിയം. ഈ ഗാനോസീലിയം കുട്ടികളുടെ കോശ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും അത്യുത്തമമാണ്. ഈ ഗാനോസീലിയത്തിൽ ഈ ഓർഗാനിക് ജെർമേനിയം, പോളിസാക്രൈഡ്സ് ഇവ വളരെ കൂടുതലുള്ളതിനാൽ ശരീരകോശങ്ങളുടെ ഓക്സിജന്റെ ആഗിരണ ശേഷി കൂടുതലാവുകയും കൂടുതൽ ഊർജ്ജസ്വലത കൈവരികയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ കൂടുതൽ ഓക്സിജനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ ചെല്ലും. ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ ചിന്താശേഷി കൂടും, നമ്മുടെ കോശ പുനരുദ്ധാരണം ത്വരിതപ്പെടും, നമ്മുടെ വളർച്ചയ്ക്ക് വേഗമേകുന്നു. ഇതൊക്കെയാണ് ഗാനോസീലിയത്തിന്റെ ഗുണങ്ങൾ. അടുത്തതായി ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് റേഷി ഗാനോ ടീ. ഇതാണ്. ഞാൻ നേരത്തെ ഈ റിയക്സനിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴും എൻ്റെ ആശങ്കയായിരുന്നു ഈ വിഷമയം ഇല്ലാത്ത ചായപ്പൊടി എവിടെ കിട്ടുമെന്നുള്ളത്. കാരണം ഞാൻ ചായ മാത്രമാണ് കുടിക്കുന്നത്. അപ്പം ഈ ചായയുടെ നമുക്കറിയാം, തേയില അതിൻ്റെ ചെടികളിൽ തന്നെ ധാരാളം വിഷപ്രയോഗം നടത്താറുണ്ട്, കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. ആ ഇല നുള്ളിയെടുത്ത് ഉണങ്ങിപ്പൊടിച്ചാണ് നമുക്ക് ചായപ്പൊടി ലഭിക്കുന്നത്. അപ്പം അത് എൻ്റെ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഫലമാണ് എനിക്ക് കിട്ടിയ ഈ DXNന്റെ ഈ ടീ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലെയും നീലഗിരിയിലെയും ഏറ്റവും മികച്ച ചായത്തോട്ടങ്ങളിൽ നിന്ന്. ഇത് കർശന ഗുണപരിശോധനയ്ക്ക് ശേഷം ശേഖരിക്കുന്ന ചായപ്പൊടിയിൽ ഗാനോഡേർമയുടെ എക്സ്ട്രാക്ട് കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് DXN ടീ. ഗാനോഡേർമയുടെ ഗുണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന്. ഈ അൾഷിമേഴ്സ് നിയന്ത്രിക്കാനുള്ള ഒരു ഉത്തമ മാർഗമാണ് ഈ ചായയുടെ നിരന്തര ഉപയോഗമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല, അതിൽ റിസർച്ച് ചെയ്ത് ആ സ്റ്റഡീസ് റിവീൽ ചെയ്തിരിക്കുന്നതാണ് അൾഷിമേഴ്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ചായയുടെ നിരന്തരമായ ഉപയോഗം നല്ലതാണ് എന്ന്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് എന്താണ് ഗുണം? ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഈ ഫ്രീ റാഡിക്കൽസിനെ കോശങ്ങളിൽ പെരുകുന്നത് തടയാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചായപ്പൊടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര ശുദ്ധമായ ചായപ്പൊടിയാണ് DXN നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് കൊക്കോഷി. കൊക്കോഷി ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് തീർന്നിരിക്കുകയാണ് കൊക്കോഷി. അത് സാഷ്യ രൂപത്തിൽ അവൈലബിൾ ആണ്. ഈ കൊക്കോഷി അത് ഗുണമേന്മയുള്ള കൊക്കോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൊക്കോയിൽ ഗാനോഡേർമ കൂടി ചേർത്തതാണ് കൊക്കോഷി പൗഡർ. സോ ഈ കൊക്കോഷി കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഊർജ്ജസ്വലതയ്ക്കും രോഗപ്രതിരോധത്തിനും അത്യുത്തമമാണ്. ഇതെനിക്ക് എനിക്ക് തന്നെ അനുഭവമുള്ള ഒരു കാര്യമാണിത്. ഇന്ന് എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൾക്ക് 3 കുട്ടികളാണ്. 3 പേരും ചെറിയ കുട്ടികളായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 പേരും ചെറിയ കുട്ടികളായിരുന്നു. എന്നും ആ കുട്ടികൾക്ക് പനി, ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ. ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അവർക്ക് സ്കൂളിൽ പോകാൻ സാധിക്കത്തില്ല. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളോട് അഡ്വൈസ് ചെയ്തു, ഇങ്ങനെ ഒരു സാധനമുണ്ട് കൊക്കോഷി, കുട്ടികൾക്ക് നല്ലതാണ്, അതിൻ്റെ കൂടെ സ്പെർലൈനെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അവർ സ്ഥിരമായിട്ട് അത് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓർഡർ കിട്ടും, കൊക്കോഷി വേണം. അത് 3 കുട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് വെച്ചാണ് മേടിക്കുന്നത്. അതായത് എല്ലാ മാസവും തന്നെ അത് അവർ തുടർച്ചയായിട്ട് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയോ? ഈയിടെ ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ അവരുടെ ഡോക്ടർ കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പൊ ഹോസ്പിറ്റലിലേക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം സ്ഥിരമായി ഹോസ്പിറ്റൽ സന്ദർശിച്ചുകൊണ്ടിരുന്നവരാണ് ഈ കുട്ടികൾ. ഇപ്പം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നില്ല. അവർ വളരെ ഊർജ്ജസ്വലതയും അവരുടെ ആരോഗ്യവും നന്നായി, അവർക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടി. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഈ കൊക്കോഷി ഏറ്റവും നല്ല ഒരു സാധനമാണ്. അടുത്തതാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഈ ഗാനോഡേർമയുടെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ.
ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഈ ഗാനോഡെർമ എക്സ്ട്രാക്റ്റ് കൂടി ചേർത്തതാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഈയിടെ ഒരു റിസർച്ച് സ്റ്റഡി ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല, വായിച്ചു കാണുമായിരിക്കും. എക്സ്ട്രാ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ മൗത്ത് ക്യാൻസറിന്, അതായത് വായിലുണ്ടാകുന്ന ക്യാൻസറിന് അത്യുത്തമമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന്. അപ്പൊ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ക്യാൻസറിന് അത്യുത്തമമാണെങ്കിൽ അതിന്റെ കൂടെ നമ്മുടെ ഗാനോഡെർമ കൂടി ചേർത്താൽ എത്ര ഫലവത്തായിരിക്കും. അപ്പോൾ ഈ ഗാനോഡെർമ കൂടി ചേർത്ത എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അതും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും. നമ്മൾ ഈ സ്റ്റഡീസ് കാണിച്ചതുപോലെ മൗത്ത് ക്യാൻസറിന്, വായിലുണ്ടാകുന്ന ക്യാൻസറിന് വളരെ ഉപകാരപ്രദമാണ്. അടുത്താണ് DXN കുക്കീസ്. കുക്കീസും ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പല വിധത്തിലുള്ള ബിസ്ക്കറ്റുകൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അല്ലേ? നിങ്ങൾ അത് വാങ്ങുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? മൈദയുണ്ട്, ശരീരത്തിന് ഹാനികരമായ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളതെന്ന് അറിയോ? പക്ഷെ DXN ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത് ഗാനോഡെർമയും സ്പൈറുലിനയും കോഫി എസൻസ് എന്നിവ ചേർത്ത് കൃത്രിമ നിറങ്ങളോ രുചി പദാർത്ഥങ്ങളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് DXN കുക്കീസ്. ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ഒട്ടുമില്ലാതെയാണ് DXN കുക്കീസ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് ഉണ്ടാവാം, മൈദ ഉണ്ടാവാം, പ്രിസർവേറ്റീവ്സ് ഉണ്ടാകാം, കളറ് ചേർത്ത് ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ടുണ്ടാവാം. ഇതെല്ലാം നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? അടുത്തതാണ് ഗാനുഷി സോപ്പ്. ഇതാണ് ഗാനുഷിയുടെ സോപ്പ്. ഈ വർഷങ്ങളായി ഞങ്ങൾ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഗാനുഷി സോപ്പ് ഈ ഗാനോഡെർമയുടെ സത്ത് ശുദ്ധമായ പാം ഓയിലിൽ ഗ്ലിസറിനും കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് ഗാനുഷിയുടെ സോപ്പ്. ഒട്ടനവധി ചർമ്മ രോഗങ്ങൾക്ക്, മുഖക്കുരുവിന് ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. മുഖക്കുരുവുള്ള നമ്മുടെ കൗമാരപ്രായത്തിലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മുഖക്കുരു സർവ്വസാധാരണമായിരിക്കും. ഈ ഗാനുഷിയുടെ സോപ്പ് അത് നമുക്ക് അപ്ലൈ ചെയ്ത് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് പോലും നമുക്ക് കുഴപ്പമില്ല. യാതൊരു ചൊറിച്ചിലോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാവുകയില്ല. ആ കുരു പെട്ടെന്ന് തന്നെ അത് മായുകയും ചെയ്യും. അതിൻ്റെ പാട് പോലും മുഖത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ സോപ്പ് എങ്ങനെയാണ് നമ്മൾ കട മാർക്കറ്റിൽ പോയി മേടിക്കുന്നത്? നമ്മൾ TV-യിൽ പരസ്യം കാണും, അത് നോക്കിയിട്ടാണ് നമ്മൾ സോപ്പ് മേടിക്കുന്നത് അല്ലേ? സന്തൂർ മമ്മി, സന്തൂറിൻ്റെ സോപ്പ്, അങ്ങനെ നോക്കിയാണ് നമ്മൾ സോപ്പ് മേടിക്കുന്നത്. പക്ഷെ അതിനകത്ത് മാരകമായ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിന് ദോഷകരമായ കെമിക്കൽസ് ആ സോപ്പിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഗാനോഡെർമയുടെ സോപ്പ് ഇതിലൊക്കെ നല്ല ഒരു സോപ്പാണ്. അടുത്തതാണ് ഗാനുഷി പ്ലസ് ടൂത്ത് പേസ്റ്റ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടൂത്ത് പേസ്റ്റിൽ എത്രമാത്രം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പരസ്യം കണ്ട് പരസ്യത്തിൽ വരുന്ന ആളുടെ തിളങ്ങുന്ന പല്ലുകളും ഒക്കെ കണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കും. പക്ഷെ അതിൽ ആ ഒരു തിളക്കത്തിന് വേണ്ടി അവർ ചേർക്കുന്ന സാധനങ്ങൾ ഫ്ലോറൈഡ്, സാക്രൈഡ്സ്, സിലിക്ക, ചോക്ക് പൗഡർ, പിന്നെ കളർ ആഡിറ്റീവ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ആ പേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ആ പേസ്റ്റ് കൊണ്ട് നമ്മൾ പല്ല് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുമല്ല, നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ വയറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാരകമായ കെമിക്കൽസ് ആണ് നമ്മുടെ വയറിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഈ ഗാനുഷിയുടെ പേസ്റ്റ് അത് നമ്മുടെ വയറ്റിൽ പോയാലും യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. ഇതിൽ യാതൊരു നിറപദാർത്ഥങ്ങളോ ഫ്ലൂറൈഡ്, സാക്രൈഡ്സ്, ചോക്ക് പൗഡർ ഇവയൊന്നും ഇല്ലാതെ ഗാനോഡെർമയുടെ സത്തിൽ മെൻതോളിനും അതിൻ്റെ ഒപ്പം ചേർത്താണ് DXNന്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. വായിലുണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങൾക്കും, വായനാറ്റം, മോണരോഗങ്ങൾ, മോണപ്പഴുപ്പ്, പല്ലിനുണ്ടാകുന്ന ക്യാവിറ്റീസ്, പല്ലുവേദന, ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം. പല്ലിൻ്റെ പുളിപ്പ്, ഇപ്പം എൻ്റെ ഒരു നെയ്ബർ ചേച്ചിയുണ്ട്, പല്ലിന് പുളിപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സോപ്പ് പേസ്റ്റ് കൊടുത്ത് ചേച്ചി ഇപ്പോൾ ആ പേസ്റ്റിൻ്റെ ഒരു ആരാധികയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് ഉണ്ട്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
അത് അവർക്ക് ഫലവത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എപ്പോഴും ആ സാധനം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അടുത്തതാണ് ഗാനോഷിയുടെ ഷാംപൂ. ഇതാണ് ഗാനോഷിയുടെ ഷാംപൂ. ഗാനോഷി ഷാംപൂ അതിലും ഗാനോഡാമയുടെ എസൻസ് ചേർത്ത് വളരെ വീര്യം കുറഞ്ഞൊരു ഷാംപൂ ആണ്. ഇത് മുടി കൊഴിച്ചിലിന്, ശിരോരോഗങ്ങൾക്ക്, താരന് ഒക്കെ അത്യുത്തമമാണ് ഈ ഷാംപൂ. അടുത്തതാണ് ടാൽക്കം പൗഡർ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടാൽക്കം പൗഡർ അതിനകത്തും കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് ദോഷകരമായ സാധനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഈ ഗാനോഡെർമയുടെ സംരക്ഷണം ഈ DXന്റെ ടാൽക്കം പൗഡറിലുണ്ട്. ചൂടുകുരു, ചൊറിച്ചിൽ ഇവയ്ക്കൊക്കെ ഉത്തമ പരിഹാരമാണ് ഈ ടാൽക്കം പൗഡർ. അതുപോലെ ചർമ്മത്തിന്റെ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കുന്നു. അടുത്ത സാധനമാണ് നമ്മുടെ സ്പൈറുലിന. ഇതാണ് സ്പൈറുലിന. ഈ സ്പൈറുലിന അറിയപ്പെടുന്നത്, ലോകാരോഗ്യ സംഘടന ഈ സ്പൈറുലിനയെ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ ഫുഡ് എന്നാണ്. അതായത് ഈ സൂപ്പർ ഫുഡിൽ അത് പ്രോട്ടീൻ്റെയും ഇരുമ്പ് സത്തിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഈ സ്പൈറുലിന. ഈ നീലയും പച്ചയും നിറമുള്ള പായലിൽ നിന്ന്, ആൽഗയിൽ നിന്നാണ് ഈ സ്പൈറുലിന ഉണ്ടാക്കുന്നത്. ഈ നാസ, നിങ്ങൾക്കറിയാം, ബഹിരാകാശ സഞ്ചാരികൾ അവർ ബഹിരാകാശത്ത് പോകുമ്പോൾ അവരുടെ ഫുഡായി കൊണ്ടുപോകുന്ന ഈ സാധനമാണ് സ്പൈറുലിന. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണം നടക്കുന്നത് പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന വളർച്ച കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശിശുമരണങ്ങൾ, ചെറുപ്പത്തിൽ കുട്ടികൾ മരണപ്പെടുന്നത്. സോ ഇതിന് ഫലപ്രദമായ പ്രതിവിധിയായി ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തിരിക്കുന്നത് സ്പൈറുലിനയുടെ ഉപയോഗമാണ്. സോ ഈ സ്പൈറുലിനയുടെ ഉപയോഗത്തിലൂടെ ലോകത്തിലുണ്ടാകുന്ന ഈ പോഷക ന്യൂനത, കുട്ടികളുണ്ടാകുന്ന പോഷക ന്യൂനത പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ലോകത്തിലെ പോഷക ന്യൂനത ദൂരീകരിക്കുവാൻ വേണ്ടി ഒരു മഹായജ്ഞത്തിന് ഐക്യരാഷ്ട്ര സംഘടന തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനായി അവരൊരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇംസ. ആ സംഘടനയിൽ DXനും ഒരു മെമ്പറാണ്. സോ ഈ സ്പൈറുലിനയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കുന്നു, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, നമ്മുടെ അലർജിക് രോഗങ്ങൾ, അലർജിക് റിനൈറ്റിസ് ഇവയൊക്കെ കുറയുവാനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ വിളർച്ച രോഗങ്ങൾ, അനീമിയ പോലെയുള്ള വിളർച്ച രോഗങ്ങൾക്ക് നല്ലതാണ്. ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത്യുത്തമമാണ്. ഇത്രയധികം ഗുണമുള്ള ഒരു സാധനമാണ് DXന്റെ സ്പൈറുലിന. അടുത്തതാണ് ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ. ഈ അലോവേറയുടെയാണ് ഹാൻഡ് ലോഷന്. പിന്നെ നമ്മുടെ ഫേസ് ക്രീം ഉണ്ട്. അലോയുടെ തന്നെ ഫേസ് ക്രീം ഉണ്ട്. നാളുകളായിട്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ഫേസ് ക്രീമും ഈയിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഫേസ് ക്രീം മൂലം ക്യാൻസർ ഉണ്ടാകുന്നു, വെളുക്കുവാനുള്ള ഫേസ് ക്രീം ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സോ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് അലോവേറയുടെ ഈ ഒരു അലോ ന്യൂട്രി കെയർ ക്രീം ആൻഡ് ഇത് അലോവേറയുടെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ. നല്ല മണവും നമുക്ക് നമ്മുടെ ശരീരത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത്നെസ്സും നല്ലൊരു ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത്. അടുത്ത ഒരു സാധനമാണ് ഹിമാലയൻ പിങ്ക് സോൾട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് സോൾട്ട്. നമ്മുടെ സോൾട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം അയഡൈസ്ഡ് സോൾട്ടാണ്. നമുക്ക് എല്ലാവർക്കും അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെന്റ് എങ്ങനെയാണ് അറിയുന്നത്? ഞാനത് എന്നും ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു. എനിക്ക് എന്നും ഉള്ള ഒരു സംശയമായിരുന്നു, എന്തുകൊണ്ട് അവര് ഈ അയഡിൻ സോൾട്ട് നിർബന്ധമായി നമ്മളെ പിടിച്ചേൽപ്പിക്കുന്നത്? എന്തിനാണ്? നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടാണ്. ഈവൻ നമുക്കിപ്പം അയഡിൻ ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ പിങ്ക് സോൾട്ട് കിട്ടിയത്. സോ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ പിങ്ക് സോൾട്ട് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്ദുപ്പ് എന്ന് പറയുന്നത്.
ഇതും നമ്മുടെ BP കുറയ്ക്കാനായിട്ട് സഹായകമാണ്. അടുത്ത വെളുത്ത വിഷം അറിയപ്പെട്ടിരുന്ന പഞ്ചസാരയ്ക്ക് പകരം DXN ഇറക്കിയിട്ടുണ്ട്, കോക്കനട്ട് ഷുഗർ. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോക്കനട്ട് ഷുഗറാണ്. മാർക്കറ്റിലെ ഷുഗർ ഞാൻ വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ നമുക്ക് ജാഗരി പൗഡർ, ശർക്കരപ്പൊടി നമുക്ക് അവൈലബിൾ ആണ്. ഇവയെല്ലാം മാലിന്യമില്ലാത്ത, നമുക്ക് 100% വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം തന്നെ. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കൊമ്പൂച്ച. കൊമ്പൂച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ? കൊമ്പൂച്ച ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിലെ നല്ല ബാക്ടീരിയകളെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ കൊമ്പൂച്ച ഒത്തിരി സഹായകമാണ്. ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് H. പൈലോറി എന്നൊരു അസുഖം വന്നായിരുന്നു. വയറിനുള്ള ഒരു അസുഖമാണ് H. പൈലോറി. അതായത് നമ്മുടെ വയറിനുള്ളിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടി നമ്മുടെ കുടലിന്റെ ഭിത്തികളിലെ കുരുക്കൾ പോലെ ഉണ്ടായി നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് H. പൈലോറി എന്ന് പറയുന്ന അസുഖം. അപ്പം അതിനൊരു 3 മാസം നമ്മൾ കണ്ടിന്യൂസ് മെഡിസിൻ ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞ് സാധാരണ എല്ലാവർക്കും തന്നെ വീണ്ടും അത് റിക്കവർ ചെയ്യാറുണ്ട്, വീണ്ടും അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അന്ന് മുതൽ കൊമ്പൂച്ച സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ എനിക്കിപ്പോൾ പിന്നീട് അത് H. പൈലോറി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു സാധനമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരിത്തിരി തണുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം അത് കുടിക്കാനായിട്ട്. അടുത്തതാണ് ക്ലീനിങ് പ്രോഡക്ട്സ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ക്ലീനിങ് പ്രോഡക്ട്സ്. ആദ്യത്തേതാണ് ഡിഷ് ക്ലീൻ. നമ്മളൊക്കെ പാത്രം കഴുകാനായിട്ട് നമ്മളൊക്കെ എന്താണ് വീട്ടിൽ ഉപയോഗിക്കുക? മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? അവയിലെല്ലാം ഇത്രമാത്രം മാരകമായ കെമിക്കൽസ്, വിഷമുള്ളതാണെന്ന് അറിയാമോ? നമ്മൾ എത്ര കഴുകിയാലും, എത്രമാത്രം പാത്രങ്ങൾ കഴുകിയാലും ഒരിത്തിരി അംശമെങ്കിലും അതിനകത്തുണ്ടാവും. വീണ്ടും ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുകയോ നമ്മൾ ആഹാരം കഴിക്കുകയോ ചെയ്യുമ്പോൾ ആ ആഹാരത്തിൽ കൂടി വീണ്ടും ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വയറ്റിലേക്കാണ് ചെല്ലുന്നത്. നമുക്ക് ക്യാൻസറൊക്കെ കൂടുവാനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതേസമയം ഈ ഡിഷ് ക്ലീൻ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. വേറെ ഒരു സാധനമാണ് ഡൈനാക്ലീൻ. ഡൈനാക്ലീൻ നമുക്ക് തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിലുള്ള സോപ്പ് പൊടികളൊന്നും ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല. സോപ്പ് പൊടികൾക്കകത്തൊക്കെ കെമിക്കൽസ് ഉണ്ട്. അത് നമ്മൾ എത്ര ഊരി പിഴിഞ്ഞാലും തുണികളിൽ അതിൻ്റെ അംശം പറ്റിപ്പിടിച്ചിരിക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ആ വസ്ത്രം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചർമ്മത്തിന് അത് ദോഷകരമായി ഭവിക്കുകയുള്ളൂ. അടുത്തതാണ് മൾട്ടി ക്ലീനർ, DXN മൾട്ടി ക്ലീനർ. ഇതും എനിക്ക് സ്വന്തമായി അനുഭവത്തിൽ വന്നൊരു കാര്യമാണ്. എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് ഇവിടെ, ഷിറ്റ്സു ബ്രീഡാണ്, ബെല്ല അവളുടെ പേര്. അവൾക്കിപ്പം 3 വയസ്സുണ്ട്. അപ്പോൾ 2 വർഷം മുമ്പ് അവൾക്ക് സ്ഥിരമായിട്ട് സ്കിൻ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. വീട്ടിൽ കൂടെ തുറന്ന് വിട്ടേക്കോ. ഇപ്പം ഇടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കാൻ വന്നായിരുന്നു. നിങ്ങൾ സ്വരം കേട്ടോന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധനം കൊടുത്തു വിട്ട് അതുകൊണ്ട് പോയേക്കുവാ. അപ്പൊ അവള് ഈ തറയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അടിഭാഗത്ത് അവളുടെ മുഖത്തിന്റെ ഇവിടെ സ്ഥിരമായിട്ട് ചുവന്ന കുരുക്കൾ വന്ന് ചൊറിഞ്ഞ് എനിക്കെന്നും വെറ്ററിനറി ഡോക്ടറെ അടുത്ത് പോകാനേ സമയമുണ്ടായിരുന്നു. ഇതുകൊണ്ട് പോകും, ഡോക്ടർ കുറേ മരുന്ന് തരും, ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെ മരുന്നും ഇഞ്ചക്ഷനും കൊടുത്ത് ഞാൻ മടുത്ത് ഏകദേശം 1 വർഷത്തോളം ഞാൻ അതുകൊണ്ട് ഒത്തിരി ഞാൻ സഫർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു തവണ അവിടെ ചെന്നപ്പോഴത്തേക്കിനും വേറെ ഒരു പെറ്റ് ഓണർ എന്നോട് ചോദിച്ചു, ഇതിങ്ങനെ വരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്, ഏത് സാധനം ഉപയോഗിച്ചാണ് വീട് ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈസോളാണ് ഉപയോഗിക്കുന്നത്, ഡെറ്റോളും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ലൈസോൾ ഒരിക്കലും ഉപയോഗിക്കരുത്, അത് ഭയങ്കര അലർജിക്കാണെന്ന് പറഞ്ഞു. ഞാൻ ആ ലൈസോള് മാറ്റി എന്ന് ഞാൻ DXN മൾട്ടി ക്ലീനർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇതുവരെ എൻ്റെ ബെല്ലയ്ക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവൾ വളരെ മിടുക്കിയായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ നെയ്ബേഴ്സിന് അവർക്ക് 2 ഡോഗ്സ് ഉണ്ട്. ഒന്ന് ബീഗിളാണ്. ആ ബീഗിളിനും ഇതുപോലെ തന്നെയായിരുന്നു, സ്ഥിരമായിട്ട് സ്കിൻ പ്രോബ്ലമാണ്. അതൊന്നും അവർ കുറേ കാശ് മുടക്കി കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, മാറി ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ചേച്ചി ക്ലീനിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെറ്റോളും ലൈസോളും ആയിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് നമ്മൾ ചേച്ചി ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതുകൊണ്ട് ഈ ഡെറ്റോളും ലൈസോളും കൊണ്ട് ഇവർക്ക് ഇങ്ങനെ സ്കിൻ പ്രോബ്ലം ഉണ്ടാവാം, അതൊന്ന് മാറ്റി യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പം അവരുടെ ബീഗിളും നല്ല മിടുക്കനായിട്ടിരിക്കുന്നു.
അപ്പം ഇത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ്. അപ്പം ഒരു നായ്ക്കുട്ടികൾക്ക് അത് ഇത്രമാത്രം ദോഷകരമാണെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് എത്രമാത്രം ദോഷകരമായിരിക്കും. സ്കിൻ പ്രോബ്ലം ഉണ്ടായില്ലെങ്കിലും ഇപ്പൊ താഴെ കിടക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും അവരെടുത്ത് വായിൽ വെക്കാറുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ താഴെ പോകുമ്പോൾ എടുത്ത് വായിൽ വെക്കാറുണ്ട്. ഇതൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കിന് അതിൽ കൂടി ഈ കെമിക്കൽസ് അല്ലേ നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് ചെല്ലുന്നത്. നമുക്കായാലും അത് വളരെയധികം ഹാനികരമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ലൈസോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഈ മൾട്ടി ക്ലീനർ നമുക്ക് തറ തുടയ്ക്കാൻ മാത്രമല്ല ഉപയോഗിക്കാവുന്നത്. നമുക്ക് കാറ് കഴുകാനായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ള കെമിക്കൽ ഡിറ്റർജൻസ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ സാധനം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഗാർണിഷിൽ തന്നെ വേറൊരു സാധനം ഞാൻ പറയാൻ മറന്നു, കോഫി പൗഡർ. ഇത് 2 in 1 ഉണ്ട്, 3 in 1 ഉണ്ട്. ഗാർണിഷി എക്സ്ട്രാക്റ്റ് ഉള്ളതാണ്. നല്ല കോഫിയാണ്, കുടിക്കാനായിട്ട് നല്ല ഉന്മേഷം പകരുന്ന കോഫി പൗഡറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, DXNന്റെ മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിൽ ഞാൻ പാക്കറ്റ് അത് പൊട്ടിച്ച് ഡപ്പയിലിട്ട് വെച്ചിരിക്കുക, അതുകൊണ്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ പാക്കറ്റ്. ഈ DXNന്റെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? അതിൻ്റെ ഉണ്ടാക്കുന്ന മഞ്ഞളിന്റെ പേരാണ് ലക്കഡോങ് മഞ്ഞൾ. ആ ലക്കഡോങ് മഞ്ഞൾ മേഘാലയയിൽ മാത്രം ഉണ്ടാകുന്ന മഞ്ഞളാണ്. ആ മഞ്ഞളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 7% കൂടുതൽ കുർക്കുമിനുണ്ട്. സാധാരണ മഞ്ഞളിൽ ഈ കുർക്കുമിൻ കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 3% ആണ്. പക്ഷെ ലക്കഡോങ് മഞ്ഞളിൽ ഈ കുർക്കുമിന്റെ കണ്ടന്റ് 7% ആണ്. ഇപ്പൊ കുർക്കുമിൻ കണ്ടന്റ് കൂടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. ഒത്തിരി ആന്റിമാര് അതിനകത്തുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഈ പാക്കറ്റ് മഞ്ഞൾപ്പൊടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവര് ഈ മഞ്ഞളിൽ നിന്നും കുർക്കുമിൻ ആദ്യമേ റിമൂവ് ചെയ്യും. കാരണം ഈ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കുർക്കുമിന് വളരെ വിലയുള്ള സാധനമാണ്, അത് നല്ല ഗുണമുള്ള സാധനമാണ്. അത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയും ഈ ക്യാൻസറിന്റെ മെഡിസിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഈ കുർക്കുമിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഈ മഞ്ഞളിൽ നിന്നും ഈ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ചണ്ടിയാകുന്ന സാധനം ഉണങ്ങി പൊടിച്ച് മഞ്ഞ നിറവും കൂടെ ചേർത്താണ് നമുക്ക് തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പാക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന മഞ്ഞൾ പൊടി ഉപയോഗിച്ച് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞളിന്റെ നിറം അതുപോലെ ഇരിക്കും കയ്യിലല്ലേ? പക്ഷെ നമ്മുടെ ഈ ലക്കഡോങ് മഞ്ഞൾ പൊടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആവും, നമ്മൾ രാവിലെ വെറും വയറ്റില് ചെറു ചൂടുവെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരുവിധ എല്ലാ രോഗങ്ങൾക്കും ഉപകാരപ്രദമാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, സന്ധിവേദനയ്ക്ക് അത്യുത്തമമാണ്, നമ്മുടെ വയറിനെ ക്ലീൻ ചെയ്യുന്നു, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമുക്കറിയാം, നമുക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമുള്ള എന്തെങ്കിലും ഒരു സാധനം കടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? മഞ്ഞളും തുളസിയും കൂടെ നമ്മൾ ചേർത്ത് അവിടെ പുരട്ടി വെക്കും അല്ലേ? എന്തുകൊണ്ടാണ്? അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി മൈക്രോബിയൽ ആണ്. അപ്പൊ നമ്മൾ ഈ വെറും വയറ്റില് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലോ അത് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ നമുക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ DXN പ്രോഡക്ട്സ് ഉപയോഗിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനും എൻ്റെ കുടുംബവും വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം DXN പ്രോഡക്ട്സ് തന്നെയാണ്. ഞാൻ ഈ കാണിച്ച ഈ പ്രോഡക്ട്സ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. ഇത് കൂടാതെ ഇനിയും ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്. ഫ്ലോക്സീഡ് ഓയിൽ, ഫ്ലോക്സീഡ് നിങ്ങൾക്കറിയാം എന്താണെന്ന്. അതും ആന്റി ക്യാൻസർ ആണ്, നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ല സാധനമാണ്, ആന്റി ഏജിങ് ആണ്. നിങ്ങൾ പ്രായമായാലും ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് ഫ്ലോക്സീഡ് ഓയിൽ. പിന്നെ ഉണ്ട് ഈ കാൽസ്യം, ഹെൽത്തി ബോൺസ്. നമ്മൾ ആർത്തവ വിരാമത്തിലെത്തിയ സ്ത്രീകൾക്ക് എല്ലാവർക്കും കാൽസ്യം കഴിക്കണമെന്ന് ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ പുറത്ത് വേറെ കാൽസ്യം ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കുന്നതിൽ നല്ലതാണ് ഈ ഹെൽത്തി ബോൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു സാധനം, പുതിയതായിട്ട് വന്നൊരു സാധനമാണ് സൂപ്പർ ഗ്രീൻ. ഈ പേര് പോലെ തന്നെ
സൂപ്പർ സാധനമാണിത്. ഇതിനകത്ത് ഇത് ഇങ്ങനെ ഓരോ ടാബ്ലറ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരെണ്ണമായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് അലിയിച്ചാണ് കുടിക്കേണ്ടത്. ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാവോ? ഇതിനകത്ത് ഇല്ലാത്ത വിറ്റാമിനുകളൊന്നുമില്ല. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ടോട്ടൽ ഫാറ്റ്, അതിൻ്റെ സോഡിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ D3, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, നയാസൈഡ്, വൈറ്റമിൻ B5, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, ബയോട്ടിൻ, സിങ്ക്, അയഡിൻ, അയൺ, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സെലനിയം. നമ്മൾ വേറെ ഒന്നും കഴിക്കാനായിട്ട് വേറെ ഒരു വൈറ്റമിനും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഈ സൂപ്പർ ഗ്രീൻ മാത്രം നമ്മൾ കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുമാതിരി എല്ലാ വൈറ്റമിനുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോഴും അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. ഇത് വന്നാൽ ഉടനെ എല്ലാവരും അത് വാങ്ങിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് സാധാരണ കിട്ടാറില്ല. അത് ഒരു തവണ എങ്ങനെയോ എനിക്ക് കിട്ടിയതാണ്. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഞാൻ ഉപയോഗിക്കുന്നതല്ല. പിന്നെ വേറെ ഒരു സാധനമുണ്ട്, നമ്മുടെ ടീ ട്രീ ഓയിൽ. ഈ ടീ ട്രീ ഓയിൽ ഓസ്ട്രേലിയയിലെ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന ഒരു മരത്തിൻ്റെ ഇലയിൽ നിന്നും ടീ ട്രീ ഓയിൽ എടുത്തിട്ട് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ക്രീമാണിത്. ഇത് നമുക്ക് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകുമായിരുന്നു. മൈഗ്രെയിൻ ഏറ്റവും നല്ല സാധനമാണിത്. ഇതൊന്നും നമ്മൾ മണപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മൈഗ്രെയിൻ നമ്മൾ പറയും. അതുപോലെ നമ്മുടെ ഈ കാലിൻ്റെ നഖത്തിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ പേര് മറന്നുപോയല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾക്കൊക്കെ ഈ ടീ ട്രീ ക്രീം നല്ലതാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇനിയും വളരെയേറെ ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സമയം അധികരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ആരോഗ്യവും പിന്നെ സാമ്പത്തിക സുരക്ഷിതത്വവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ DXN ഉൽപ്പന്നങ്ങൾ ശീലമാക്കുക. മറ്റുള്ളവരിലേക്കും DXN ഉൽപ്പന്നങ്ങളുടെ ഗുണഗണങ്ങൾ എത്തിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജനതയായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് നമുക്ക് മുന്നേറാം. ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്.